ഹായ് സ്റ്റുഡൻസ് RMO 2024 തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് എ ബി സി ബി ആൻ അക്യൂട്ട് ട്രയാങ്കിൾ വിത്ത് എ ബി ഇസ് ഈക്വൽ ടു എ സി. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഒരു അക്യൂട്ട് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എ ബി ഇസ് ഈക്വൽ ടു എ സി. ദാറ്റ് മീൻസ് അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ കൂടിയാണ്. ലെറ്റ് ഡി ബി ദ പോയിന്റ് ഓൺ ബി സി സച്ച് ദാറ്റ് എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി. കൃത്യമായിട്ട് ഇങ്ങനെയാണ് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കുക, ഈ ഒരു പോയിന്റ് ആയിരിക്കും ഡി എന്ന് പറയുന്നത്. അതാണ് ജസ്റ്റ് മീൻ ചെയ്യുന്നത്. ഓക്കെ, let OHG be the circumcenter, orthocenter and centroid of the triangle ABC respectively. അപ്പോൾ O circumcenter ആണ്, H എന്ന് പറയുന്നത് orthocenter ആണ്, അതുപോലെ തന്നെ G എന്ന് പറയുന്നത് ആ ട്രയാങ്കിൾ ABCയുടെ സെൻട്രോയിഡ് ആണ്. സപ്പോസ് 2 into OD is equal to 23 into HD. അല്ലെ, OD-നെയും അതുപോലെ തന്നെ HD-നെയും കണക്ട് ചെയ്യുന്ന ഒരു ലെങ്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ ആണ് കൊടുക്കുന്നത്. 2 into OD is equal to 23 into HD. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് G lies ഓൺ ദ ഇൻസർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിന്റെ ഇൻസർക്കിളിലാണ് ജി എന്ന് പറയുന്ന പോയിന്റ്, അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രോയിഡ് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സെൻട്രോയിഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രയാങ്കിൾ എ ബി സിയുടെ ഇൻസർക്കിൾ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് സെൻട്രോയിഡ് എങ്കിൽ ഈ ഒരു സെൻട്രോയിഡിലൂടെയാണ് അതിന്റെ ഇൻസർക്കിൾ പാസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാനിവിടെ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യാം. ഓക്കെ, എ ബി സി. നമ്മൾ ജസ്റ്റ് ആ ഒരു പെർപെൻഡിക്കുലർ വരക്കാണ്. ഇവിടെ നമുക്ക് ഡി എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഓ നമ്മൾ കൊടുത്തു, ജി അതുപോലെ തന്നെ എച്ച്. ഓക്കെ, ഓ കുറച്ചും കൂടെ നമുക്ക് താഴേക്കായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ താഴെ ഒരു പോയിന്റ് ഡി യു ആയിട്ട് വന്നു. അപ്പോൾ ബേസിക്കലി നമുക്ക് ഫസ്റ്റ് അറിയുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒ ഡി ഡിവൈഡഡ് ബൈ എച്ച് ഡി ഇസ് ഈക്വൽ ടു 23 ഡിവൈഡഡ് ബൈ 2 ആണ്. അതുപോലെ തന്നെ വേറെ അറിയുന്ന റിലേഷൻ ഒ ജി ഡിവൈഡഡ് ബൈ ജി എച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്, 1:2 ആയിരിക്കും. സോ അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? അവിടെ കൃത്യമായി ശ്രദ്ധിക്കുക, സെൻട്രോയിഡ് സർക്കം സെന്ററിനെയും അതുപോലെ തന്നെ ഓർത്തോ സെന്ററിനെയും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാൻ ഒ ഡി എന്ന് പറയുന്ന ലെങ്ത് 23x ആണെന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ചിന്തിക്കുക, ഒ ഡി എന്ന് പറയുന്ന ഈ ഒരു ടോട്ടൽ ലെങ്ത് ഞാൻ 23x ആണെന്ന് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഒ ഡി 23x ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, ഒ ഡി 23x ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ റേഷ്യോ അറിയാം, ഒ ഡി ഈക്വൽ ടു എച്ച് ഡി ഈക്വൽ ടു 23 ഡിവൈഡ് ബൈ 2 ആണ്. ഒ ഡി 23x ആണെങ്കിൽ എച്ച് ഡി എന്തായിരിക്കും, 2x ആയിരിക്കും. എച്ച് ഡി 2x ആയിരിക്കും. ഓക്കെ, എച്ച് ഡി 2x ആണെങ്കിൽ ബാക്കിയുള്ള ഒ എച്ച് എന്ന് പറയുന്ന ലെങ്ത് ഉണ്ടല്ലോ, ആ ഒ എച്ചിന്റെ ലെങ്ത് എത്രയായിരിക്കും, 21x ആയിരിക്കും. നിങ്ങൾക്കറിയാലോ, കാരണം 23xൽ നിന്ന് 2x പോയി, ബാക്കി 21x ആയിരിക്കും. ഈ 21xനെ നമുക്ക് 1:2 എന്ന് പറയുന്ന റേഷ്യോ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഒ ജി എന്ന് പറയുന്നത് 7x ആയിരിക്കും, ജി എച്ച് എന്ന് പറയുന്നത് 14x ആയിരിക്കും. സോ വളരെ ബേസിക്കലി നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതൊക്കെ. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ജി എന്ന് പറയുന്ന സെൻട്രോയിഡ്. അപ്പൊ ഈ സെൻട്രോയിഡിലൂടെ ഇങ്ങനെ എന്താണ് ഒരു ഇൻസർക്കിൾ വരക്കാണ്. ഇത് കൃത്യമായിട്ട് സ്കെയിൽ ബേസ് ചെയ്ത് വരക്കാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഇൻസർക്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്തത്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസർക്കിൾ ഇവിടെ ഫോം ചെയ്യുന്ന സമയത്ത് അത് എന്തിലൂടെ പാസ് ചെയ്യണം, സെൻട്രോയിഡ് ആയിട്ടുള്ള ജിയിലൂടെ പാസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഈ ജി ഡി എന്ന് പറയുന്ന ലെങ്ത് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ലെങ്ത്, ഈ ജി ഡി എന്തായിരിക്കും, അപ്പൊ ആ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കും. അതായത് ജസ്റ്റ് നോക്കുക, ജി ഡി ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്, ജി ഡി ഈസ് ഈക്വൽ ടു 14x + 2x 16x ആണ്. ഈ 16x ആണ് ആ ഒരു സർക്കിളിന്റെ, ആ ഇൻസർക്കിളിന്റെ ഡയമീറ്റർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് നമുക്ക് എത്ര ആവണം, റേഡിയസ് നമുക്ക് അതിന്റെ ഹാഫ് ആയിട്ടുള്ള 8x ആവണം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ, ആ ഇൻസർക്കിളിന്റെ റേഡിയസ് 8x ആണ് എന്നതിന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി, നമ്മുടെ ലൈഫ് സെറ്റായി. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാൻ എന്ത് ചെയ്യാണ്, സോ നമുക്ക് ഈ ഒരു ആംഗിൾ എത്ര വരും, ഈ ഒരു ആംഗിൾ തീറ്റയാണ് വരിക, ഈ ഒരു ആംഗിളും ഞാൻ തീറ്റ ആയിട്ട്, കാരണം ഐസോസിലസ് ട്രയാംഗിൾ ആണ്, രണ്ട് ആംഗിളും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഓൾട്ടിറ്റ്യൂഡ് വരക്കാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. സോ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് ഓൾറെഡി 90 ഡിഗ്രി ആണ്. സോ ഈ ഒരു ആംഗിൾ തീറ്റ, ഇത് 90. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ഒരു ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും, ഈ ഒരു ആംഗിളും തീറ്റ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാരണം നമ്മൾ ഈ ഒരു ചെറിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ചെറിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ 90 ഡിഗ്രിയും തീറ്റയും വന്നു. അപ്പോൾ
മൂന്നാമത്തെ ഒരു ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടും കൂടി നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താനുണ്ട്. ഇപ്പോൾ മീഡിയൻസ് കട്ട് ചെയ്യുക ഏത് റേഷ്യോയിലാണ്? 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അതായത് നമ്മൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ AG ഈസ് ടു, കൃത്യമായി ശ്രദ്ധിക്കുക, AG ഈസ് ടു GD എന്ന് പറയുന്ന റേഷ്യോ എത്രയായിരിക്കും? 2:1 ആയിരിക്കും. ഇവിടെ GD എന്ന് പറയുന്ന ലെങ്ത് എത്രയാണെന്ന് നോക്കുക. 14x + 2x, അതായത് 16x ആണ്. 16x ആണ്. അങ്ങനെയാണെങ്കിൽ AG എന്ന് പറയുന്ന ലെങ്ത് എത്രയായിരിക്കും? 32x ആയിരിക്കും. ആ 32xലെ 7 ഇവിടെ ഓൾറെഡി വന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള AO എന്ന് പറയുന്ന ലെങ്ത് എത്രയായിരിക്കും? AO എന്ന് പറയുന്ന ലെങ്ത് 25x ആയിരിക്കും. 25x ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ട്രയാങ്കിൾ ADC ഇല്ലേ, അവിടുത്തെ സൈൻ തീറ്റ കൺസിഡർ ചെയ്യാം. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 25 + 7, അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് 32x + 16x ചെയ്യാം. 48x ആണ്. 48x ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് B ആണ്. സോ B സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 48x എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ കോസ് തീറ്റ കാണാം. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് A ആണ്. A ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് B ആണ്. സോ B കോസ് തീറ്റ ഇസ് ഈക്വൽ ടു A എന്ന് കിട്ടി. ഇനി ഈ ഒരു ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടുന്ന് ടാൻ തീറ്റ നമുക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് A ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അവിടെ 2x ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2x ഇൻറ്റു ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു A എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? സോ ഇനി കൃത്യമായി ശ്രദ്ധിക്കാം. നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു റിലേഷൻ 2x ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു A, അതുപോലെ തന്നെ B കോസ് തീറ്റ ഇസ് ഈക്വൽ ടു A. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? 2x ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു B കോസ് തീറ്റ. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ബാക്കി ഞാൻ ഇങ്ങോട്ടേക്കാക്കി എഴുതുന്നുണ്ട്. 2x ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു B എന്താണ്? B എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് B എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. B ഈസ് ഈക്വൽ ടു 48x ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ആയിരിക്കും. സോ 48x ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ, ബാക്കി ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, എക്സും ഡയറക്റ്റ്ലി കട്ട് ചെയ്തു. 2ഉം 48ഉം കട്ട് ചെയ്തു. 24 വന്നു. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഇപ്പോൾ ഡിവൈഡ് ബൈ ടാൻ തീറ്റ വന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സൈൻ ബൈ കോസ് ടാൻ ആണ്. സോ കോസ് ബൈ സൈൻ എന്ന് പറയുമ്പോൾ 1/tan വന്നു. സോ ടാൻ തീറ്റ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 24. ഓക്കെ, ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 24. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യം എന്താണ്? R ഇസ് ഈക്വൽ ടു 8x അല്ലേ? റേഡിയസ് 8x ആണെന്നുള്ളത് പ്രൂവ് ചെയ്യലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. നോക്കുക. ഓക്കെ, ട്രയാങ്കിൾ ABC, ഈ ഒരു ആംഗിൾ തീറ്റയാണ്. സോ ഈ തീറ്റയുടെ ഇതിലൂടെ ഞാൻ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാണ്. കൃത്യമായിട്ടത് ഇൻസർക്കിൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടേഴ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇൻസർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ആംഗിൾ θ/2 വരും. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ഇൻ റേഡിയസ്, അതായത് 6. സോ ജസ്റ്റ് നോക്കുക. ടാൻ θ/2 ഇസ് ഈക്വൽ ടു, ഓക്കെ, ഈ ഒരു ബേസ് എത്രയാ? ബേസ് AN അല്ലേ? അതായത് ഈ ഒരു ലെങ്ത് AN അല്ലേ? നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ട്രയാങ്കിളിൽ. ഓക്കെ, A ആണ്. സോ ടാൻ θ/2 ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ A. ക്ലിയർ? സോ R ഈസ് ഈക്വൽ ടു A ഇൻറ്റു ടാൻ θ/2. സോ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് R ഈസ് ഈക്വൽ ടു A ടാൻ θ/2 എന്നുള്ളതാണ്. എൻ്റെ വാല്യൂ നമ്മൾ മുമ്പ് എന്താ കണ്ടിരുന്നത്? നോക്കാം. A is equal to 2x tan theta. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. A is equal to 2x tan theta. സോ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എൻ്റെ പകരം. സോ ബേസിക്കലി R is equal to 2x tan theta ഇൻറ്റു tan θ/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി tan തീറ്റൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. tan theta is equal to 2
tan theta by 2 divided by 1 minus tan square theta by 2. സോ ബേസിക്കലി ഞാനിവിടെ ടാൻ തീറ്റയെ ഒരു ടി എന്ന് വിളിക്കുകയാണ്. സോ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ടി സ്ക്വയർ ആയിരിക്കും. സോ ജസ്റ്റ് നോക്കാം, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 2t ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി സ്ക്വയർ. ക്ലിയർ ആണല്ലോ. സോ ടാൻ തീറ്റ നമുക്ക് മുമ്പ് എന്താ കിട്ടിയത്? ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 24 ആണ്. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു √24 ഈക്വൽ ടു √24നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 2√6 എന്ന് പറയാൻ പറ്റും. സോ ടാൻ തീറ്റൻ്റെ പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2√6 ഇസ് ഈക്വൽ ടു 2t ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി സ്ക്വയർ. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ഓക്കെ, സോ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. √6 മൈനസ് √6 ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി. ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. സോ അതൊന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് ചെയ്താൽ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ആണ് കിട്ടിയിട്ടുള്ളത്. സോ √6 ടി സ്ക്വയർ പ്ലസ് ടി മൈനസ് √6 ഇസ് ഈക്വൽ ടു 0. സോ ടി ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ 1 മൈനസ് 4ac. ഓക്കെ, 4 ഇൻറ്റു √6 ഇൻറ്റു √6. √6 ഇൻറ്റു √6 6 ആണ്. ഓക്കെ, 6 ഇൻറ്റു 4 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ 1 പ്ലസ് 24 എന്ന് വരും ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √6. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നെഗറ്റീവ് വാല്യൂ വേണ്ട ആവശ്യമില്ല, നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് വേണ്ടത്. സോ ബേസിക്കലി ടി ഈസ് ഈക്വൽ ടു -1 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2√6. ടി ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2√6. ഓക്കെ, 2 ക്യാൻസൽ ചെയ്തു. ഓക്കെ, √2 ഇൻറ്റു √2 ആണ് 2 എന്ന് പറയുന്നത് അല്ലേ. √6നെ നമുക്ക് √2 ഇൻറ്റു √3 എന്ന് എഴുതാം. സോ √2 ക്യാൻസൽ ചെയ്തു. ടി ഈസ് ഈക്വൽ ടു √2 ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ആകെ ചെയ്യേണ്ടത് ആറിൻ്റെ ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നോക്കുക, r ഈസ് ഈക്വൽ ടു 2x tan theta ഇൻറ്റു tan theta by 2. ഓക്കെ, r ഈസ് ഈക്വൽ ടു 2x tan theta ഇൻറ്റു tan theta by 2 is equal to 2x ഇൻറ്റു tan theta. tan theta എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഓൾറെഡി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, 2√6 ആണ്. അതായത് √24 ആയിരുന്നു, ദാറ്റ് മീൻസ് 2√6 ആണ്. ഓക്കെ, 2√6 ഇൻറ്റു tan theta by 2, അതാണ് നമ്മുടെ t എന്ന് പറയുന്നത്, √2 ഡിവൈഡഡ് ബൈ √3 ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കാം, 2 ഇൻറ്റു 2 4x ഇൻറ്റു √6 ഇൻറ്റു √2 ഡിവൈഡഡ് ബൈ √3 ആണ്. ഓക്കെ, അപ്പോൾ √6നെ നമുക്ക് √2 ഇൻറ്റു √3 എഴുതാൻ പറ്റും. സോ ബേസിക്കലി √3യും ക്യാൻസലായി. 4x ഇൻറ്റു √2 ഇൻറ്റു √2 ആണ് ബാക്കി ഉണ്ടാവുക. 4x ഇൻറ്റു √2 ഇൻറ്റു √2, ദാറ്റ് മീൻസ് 4x ഇൻറ്റു 2 is equal to 8x നമുക്ക് റേഡിയസ് ആയിട്ട് കിട്ടി. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, ബേസിക്കലി നമുക്ക് ആ ഒരു സെൻട്രോയിഡിലൂടെ ആ ഒരു ഇൻസർക്കിൾ പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ഡയമീറ്റർ 16x ആണെന്ന് കണ്ടു, ദാറ്റ് മീൻസ് അവരുടെ റേഡിയസ് 8x ആണെന്ന് കണ്ടു. ആ റേഡിയസ് 8x ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് അവിടെ റേഡിയസ് 8x ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. കൂടുതൽ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.